പൊളിറ്റിക്കൽ ബോംബിംഗ് എന്ന് പറയാമല്ലോ. ഈ വോട്ടെടുപ്പ് ദിനം ഇത്തരം ബോംബിംഗ് ഒക്കെ സാധാരണ പ്രതീക്ഷിക്കേണ്ടതാണ്, പല ഭാഗത്തു നിന്നുണ്ടാകാം. അത് എവിടെ നിന്നാണ് എന്നതാണ് നമ്മളും കാത്തിരുന്നത്. എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിൽ സംഭവിക്കുക പതിവുള്ളതുമാണ്. ഈ ട്വിസ്റ്റിനെ എങ്ങനെ CPM നേതൃത്വം നോക്കിക്കാണുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു? സ്വാഭാവികമായിട്ടും ഒരു പൊളിറ്റിക്കൽ ബോംബിംഗ് നടന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ. അതേസമയം തന്നെ അതിനെ കൃത്യമായിട്ട് വിമർശിക്കുന്നു, അല്ലെങ്കിൽ കൃത്യമായിട്ട് നിഷേധിച്ചുകൊണ്ടാണ് EP ജയരാജൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഒരു ആത്മകഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു ജീവചരിത്രം എഴുതുമ്പോൾ ഓട്ടോഗ്രാഫിയും ബയോഗ്രഫിയും നമ്മൾ വ്യത്യാസമാണ്. അതായത് ജീവചരിത്ര ഗ്രന്ഥത്തിൽ ഒരുപക്ഷെ ഒരുപാട് തെറ്റുകൾ വരാം, അതങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന് പറയുകയും ചെയ്യും. എന്നാൽ ആത്മകഥയിൽ അങ്ങനെയല്ല. അത് ആത്മകഥ എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ പറയുന്നതാണ്. അത്തരമൊരു സംഭവത്തിലാണ് അദ്ദേഹം കൃത്യമായ രീതിയിൽ ഇത് നിഷേധിക്കുന്നത്. ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അതിൻ്റെ പ്രസാധകരം മാത്രമാണ്. EP വളരെ കൃത്യമായിട്ട് ഞാനിങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞാനിങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഇത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സ്വാഭാവികമായിട്ടും ചേലക്കരയിലും വയനാടും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതോടൊപ്പം തന്നെ അടുത്ത ആഴ്ച പാലക്കാട് നടക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും പാലക്കാടായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ചർച്ചയാകുക. അതുകൊണ്ട് തന്നെ EP ജയരാജൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ബോംബിംഗ് വളരെ കൃത്യമായി വരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം BJP-യിലേക്ക് പോകുന്നു എന്നുള്ളതായിരുന്നു ചർച്ചാ വിഷയമെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തെ ആത്മകഥയിൽ എഴുതിയിട്ട് ഒന്നാം പിണറായി സർക്കാരിന് ശേഷം വന്ന രണ്ടാം പിണറായി സർക്കാർ അടിമുടി ശരിയല്ല എന്നുള്ളൊരു വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നു. സ്വാഭാവികമായിട്ടും അത് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. എന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പരാമർശം P. സരൺ ഉൾപ്പെടെയുള്ള പുതിയതായിട്ട് CPM-ലേക്ക് വന്നവർക്കെതിരെയാണ്. സ്വതന്ത്രന്മാരെ എടുത്തു വെക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള പരാമർശം. ഇതെല്ലാമാണ് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ ഉയർന്നു വരിക. എന്നാൽ അതിനെ കൃത്യമായി എതിർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം EP ജയരാജന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇനിയും EP-യെ കോട്ട് ചെയ്തുകൊണ്ട് മാത്രമേ CPM-ന്റെ മറ്റ് മുതിർന്ന നേതാക്കൾ സംസാരിക്കുകയുള്ളൂ. അദ്ദേഹം നിഷേധിച്ചല്ലോ, ആത്മകഥ ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, ഇനി അതിൽ കാര്യമില്ല എന്നുള്ളൊരു നിഷേധക്കുറിപ്പായിരിക്കും ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോവുക. എങ്കിലും ഇത് എത്രമാത്രം രീതിയിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ എതിരാളികൾ എടുക്കും എന്നുള്ളതിനെ കണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. EP ജയരാജൻ അന്നും ഇന്നും CPM-ന് ഒരു മുള്ള് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പാർട്ടിക്ക് പണി കൊടുക്കുന്ന നേതാവായിട്ട് EP ജയരാജൻ മാറുന്നു എന്നുള്ളതാണ്. മുമ്പ് ഈ പേരുദോഷം ഒരുപക്ഷെ VS അച്യുതാനന്ദന് നമുക്ക് ചാർത്തി കൊടുക്കാൻ പറ്റും. കാരണം നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരുപക്ഷെ രതീഷ് ഓർക്കുന്നുണ്ടാകാം, നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് ഇവിടുന്ന് അദ്ദേഹം TP രമയെ കാണാൻ വേണ്ടി പോകുന്നത്. പറഞ്ഞുകൊണ്ടാണ് ഈ ആത്മകഥ ഈ EP-യുടേതായി വന്നിരിക്കുന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കം അതിലും പറയുന്നുണ്ട്. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം TP ചന്ദ്രശേഖരന്റെ വീട്ടിൽ VS അച്യുതാനന്ദൻ നടത്തിയ സന്ദർശനം, ആ സന്ദർശനത്തോട് ഉപമിച്ചു ഞാൻ BJP നേതാക്കളെ കണ്ടത്, അന്നത്തെ തിരഞ്ഞെടുപ്പ് ദിവസത്തെ എൻ്റെ പ്രതികരണം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് തനിക്കെതിരായ പാർട്ടി നടപടി അദ്ദേഹം വിശദീകരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. പക്ഷേ എങ്കിലും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ചില പൊളിറ്റ് ബ്യൂറോ നേതാക്കന്മാരോ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളോ അല്ല ഈ പാർട്ടി എന്നുള്ളതാണ്. അണികളാണ് ഈ പാർട്ടി എന്നുള്ളതാണ് പ്രധാനമായിട്ടും കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിന്റെ പാർട്ടി ഘടനയിൽ പറയുന്നത്. അപ്പോൾ ഇത്തരം നേതാക്കന്മാർ പാർട്ടി ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ, പാർലമെന്ററി ജനാധിപത്യത്തിൽ മത്സരിക്കുവാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാക്കുമ്പോൾ, ആ ജനാധിപത്യ രീതിയിൽ മത്സരിക്കുമ്പോൾ അവിടെ വിജയം ഉറപ്പാക്കണമെന്നുള്ള രീതിയിലേക്ക് പാർട്ടി അണികളും പാർട്ടി മുന്നണിയും എല്ലാം പ്രവർത്തിക്കുന്ന സമയത്ത് ഏതാനും ചില നേതാക്കൾ ഇത്തരം ചില പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൂടെ പരാജയം സംഭവിക്കുന്നു എന്നുള്ളിടത്താണ് ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത്. നമുക്കറിയാം, കേന്ദ്ര കമ്മിറ്റി ചേർന്നതിന് ശേഷം മാത്രമേ EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്തു നിന്ന് മാറ്റിയുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ ചർച്ച ചെയ്യുകയുള്ളൂ. എന്നാൽ സമ്മേളന കാലയളവിയായാൽ ഇതിപ്പോൾ ചർച്ചയ്ക്ക് വരുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് EP ഇത്തരമൊരു ബോംബിംഗ് നടത്തുന്നത് എന്നുള്ളതാണ്. ഇത് EP ജയരാജൻ കൂടി അറിഞ്ഞുകൊണ്ടാണ് നടന്നിട്ടുള്ളതെങ്കിൽ അത് വളരെ ഗുരുതരമായ രീതിയിലുള്ള പ്രത്യാഘാതമായിരിക്കും ഉണ്ടാക്കുക. അതേസമയം അദ്ദേഹം അറിഞ്ഞിട്ടില്ല എങ്കിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഈ നേതാക്കൾ പ്രതികരണം നടത്തും. അത് ശരിയാണ് മാർഷൽ പറഞ്ഞത്. പക്ഷേ പാർട്ടിയിലൊരു അന്വേഷണം ഉണ്ടാകില്ലേ? EP അറിയാതെ ഇങ്ങനെ ഒരു പുസ്തകം, പ്രത്യേകിച്ച് ഇത്രയും പാരമ്പര്യമുള്ള ഒരു പബ്ലിഷിംഗ് ഹൗസ് ഇങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തന്നെ ഏൽപ്പിച്ചിട്ടില്ല, അങ്ങനെ ഒരു കരാറ് തന്നെ ഉണ്ടായിട്ടില്ല എന്ന കാര്യങ്ങളൊക്കെ പാർട്ടിയുടെ ഒരു അന്വേഷണം ഉണ്ടാവില്ലേ മാർഷൽ? ഈ വിഷയത്തിൽ പാർട്ടിയുടെ അന്വേഷണം ഉണ്ടാകുന്നത് പ്രധാനമായും EP ജയരാജന്റെ പ്രസ്താവനയെ തുറന്നാൽ, അതായത് EP ജയരാജൻ നൽകുന്ന വിശദീകരണം അത് എത്രമാത്രം സ്വീകാര്യമാണ് എന്നത് തന്നെയാണ്. പക്ഷേ അതിനെല്ലാം ഇനി സമയമുണ്ട്. ഇന്നത്തെ ദിവസം ചേലക്കരയിലും വയനാടും പാർട്ടി അണികളിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. അതോടൊപ്പം തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഇപ്പോൾ EP ജയരാജൻ്റെതായി വന്നിട്ടുള്ള ആ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പലപ്പോഴും
ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റൊന്ന് ദേശാഭിമാനി ബോണ്ട് വിവാദം ഉൾപ്പെടെ വിഷയങ്ങളാണ്. അതെല്ലാം ഇ പി ജയരാജൻ അന്ന് നൽകിയിട്ടുള്ള വിശദീകരണത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിൽ പുതുമയില്ല. എന്നാൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്വതന്ത്രന്മാരെ വെക്കുന്നത് കൂടുതൽ പ്രതിസന്ധി പാർട്ടിക്ക് സൃഷ്ടിക്കുമെന്ന് പറയുന്ന ഭാഗം അത് ഒരുപക്ഷെ PV അൻവറെ കൂടി കൂട്ടി വായിച്ചുകൊണ്ട് വേണം നമ്മളതിനെ കാണേണ്ടത്. അത്തരം ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ അദ്ദേഹം നൽകുന്നു എന്നുള്ളതാണ്. ഇത് എല്ലാം നിഷേധിക്കപ്പെടുമ്പോഴും കുറേ കാര്യങ്ങൾ, അപ്രിയമായ കുറേ സത്യങ്ങൾ ഇപ്പോൾ പുറത്തു പറയുന്നു. പാർട്ടിയിൽ അടിമുതൽ മുടി വരെ മാറ്റം വേണം എന്ന് ഇ പി ജയരാജനെ പോലെ ഒരാളുടെ ആത്മകഥാ പുസ്തകത്തിൽ വരുന്നുവെങ്കിൽ അത് സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് രീതി അനുസരിച്ചുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. പാർട്ടി ഏരിയ കമ്മിറ്റി സമ്മേളനങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ജില്ലാ കമ്മിറ്റി സമ്മേളനങ്ങളാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഒരു നിരീക്ഷണം വരുന്നത്. ഇത് പരസ്യമാക്കുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഇരുമ്പ് മറയുണ്ട്. ആ ഇരുമ്പ് മറയ്ക്കകത്ത് നിന്നിട്ടാണ് സ്വയംവിമർശനങ്ങൾ അടക്കപ്പെടുന്നത്. എന്നാൽ അതിപ്പോൾ കാലഘട്ടം മാറുന്നതനുസരിച്ചുകൊണ്ടും പുസ്തക രൂപേണയോ അല്ലെങ്കിൽ നേതാക്കളുടെ കുടുംബയോഗത്തിലെ പ്രസ്താവന വഴിയോ അല്ലാതെ പ്രസംഗങ്ങൾ വഴിയോ ഒക്കെ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. ആ വിയോജിപ്പുകൾ വളരെ കൃത്യമായി വരുന്നു. അതായത് രണ്ട് പരാമർശങ്ങളാണ് ഈ പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി ഉണ്ടാകുന്നത്. ഒന്ന്, സരനെ സ്ഥാനാർത്ഥിയാക്കിയത് ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കട്ടെ. സ്വന്തം ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആത്മവിശ്വാസക്കുറവാണ് അവിടെ ഒന്ന് പ്രതിഫലിക്കുന്നത്. രണ്ടാമത്, PV അൻവർ LDFന്റെ വോട്ടിൽ ചോർച്ചയുണ്ടാക്കും എന്ന കാര്യം പഴയ LDF കൺവീനർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അങ്ങനെയൊന്നില്ല എന്നുള്ളതാണ് പാർട്ടി എല്ലാ വേദികളിലും എല്ലാ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞുകൊണ്ടിരുന്നത്. പാർട്ടിയുടെ കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന ചേലക്കരയിൽ പ്രത്യക്ഷത്തിൽ അൻവറിന്റെ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം UDFന് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തുമ്പോഴും യഥാർത്ഥത്തിൽ അത് എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ EP നിഷേധിക്കുന്നുണ്ട് എങ്കിലും നിഷേധിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമായിരിക്കും ചേലക്കരയിലെയും വയനാട്ടിലെയും അതോടൊപ്പം തന്നെ പാലക്കാട്ടെയും ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്കുള്ള ഏക ആശ്വാസം. കാരണം ഇതിനെ മുഴുവൻ നിഷേധിച്ചല്ലോ എന്ന്. എങ്കിലും നിഷേധിച്ചുവെങ്കിൽ പോലും ഇതൊരു യാഥാർത്ഥ്യമായിട്ട് മുന്നിൽ കിടക്കുന്നു. ഇതിന് കൃത്യമായൊരു വിശദീകരണം ഈ പ്രസാധകരിൽ നിന്ന് കൃത്യമായൊരു വിശദീകരണം നേടിയെടുക്കുക അല്ലെങ്കിൽ ആ വിശദീകരണം പുറത്തേക്ക് വിടുക എന്നുള്ളതായിരിക്കും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇനിയും പുറപ്പെടുവിക്കാൻ പോകുന്ന പ്രസ്താവനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പ്രസാധകർ എന്ത് പറയുന്നു എന്നുള്ളതാണ്. ആ ഒരു മറുപടി കൃത്യമായ EP മറുപടിയല്ല, പ്രസാധകരുടെ മറുപടി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ പാർട്ടി അണികളിലേക്ക് ഒരു വിശദീകരണം നൽകാൻ വേണ്ടി CPMനെ പോലെ ഒരു പാർട്ടിക്ക് സാധിക്കുകയുള്ളൂ. അല്ലാതെ EP ജയരാജൻ ഇത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴും പ്രസാധകരുടെ വിശ്വാസ്യതയും EP ജയരാജന്റെ വിശ്വാസ്യതയും തമ്മിൽ തുലനം ചെയ്തുകൊണ്ടുള്ള ഒരു ആശയക്കുഴപ്പം ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് LDF അണികളെ സംബന്ധിച്ചോളം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത്തരമൊരു വിഷയം ഇന്നേ ദിവസം എങ്ങനെ പുറത്തു വന്നു? EP ജയരാജന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഇന്നലെ EP ജയരാജനെ കൂടി കോട്ട് ചെയ്തുകൊണ്ട് EP ജയരാജൻ ഇൻസ്റ്റാഗ്രാമിൽ കോട്ട് ചെയ്തുകൊണ്ട് പ്രസാധകർ അവരുടെ വെബ്സൈറ്റിൽ ഇത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ സമയത്ത് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് പ്രതികരിക്കാമായിരുന്നു. എന്നാൽ വളരെ കൃത്യമായി തന്നെ പാർട്ടിയെയും മുന്നണിയെയും തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെയും എല്ലാം ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും അതിനുശേഷം ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, എൻ്റെ അറിവോടെയല്ല എന്ന EP വിമർശനാത്മകമായ നിഷേധമായ ഒരു സമീപനം വരികയും ചെയ്യുമ്പോൾ ആര് വിശ്വസിക്കുമെന്നുള്ളതാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു വിഷയത്തിൽ അടിയന്തരമായ അന്വേഷണം ഉണ്ടാകുമെന്നുള്ളത് മാധു പറഞ്ഞ സത്യമാണ്. കാരണം പാർട്ടി എത്രയും പെട്ടെന്ന് ഇതിനകത്തൊരു വിശദീകരണ കുറിപ്പ് ഇറക്കി മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വിശദീകരണ കുറിപ്പ് ഇറക്കിയിട്ട് ഒന്നുമേ സാധിക്കില്ല. അതുകൊണ്ട് അടിയന്തരമായ ഒരു നടപടി ഇതിനകത്തുണ്ടാകും. അതോടൊപ്പം തന്നെ പ്രസാധകരാണോ അതല്ലെങ്കിൽ അദ്ദേഹം പുസ്തകം എഴുതാൻ ഏൽപ്പിച്ചതിൽ നിന്ന് ആരെങ്കിലുമാണോ ഇത് ചോർത്തി കൊടുത്തത്, അല്ലെങ്കിൽ ഈ പറയുന്ന വിവരങ്ങളൊന്നും അതിനകത്തില്ലയോ തുടങ്ങിയിട്ടുള്ള നിരവധി ചോദ്യങ്ങൾക്ക് EP ജയരാജനും അതോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും മറുപടി പറയേണ്ടി വരും. അത്തരം തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്കാണ് CPM എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിശദീകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മാർഷൽ ഈ മണിക്കൂറിൽ കണ്ണൂരിൽ എം വി ഗോവിന്ദൻ കണ്ണൂരിലുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം അല്പസമയത്തിനകം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് പാർട്ടി ഔദ്യോഗികമായി വിശദീകരിക്കാൻ പോകുന്നത്? അപ്പോഴും മാർഷൽ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രസാധകർ ഇതിനെ തള്ളിക്കളയുന്നില്ല. അവർ പറയുന്നത് ഇതാണ്: കട്ടൻ ചായയും പരിപ്പോടയും എന്ന പുസ്തകത്തിന്റെ പ്രസാധനം നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം കുറച്ച് ദിവസത്തേക്ക് നീട്ടിവെക്കുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാകുന്നതാണ്. ഇപ്പോൾ പുറത്തു വന്നത് തങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞിട്ടേയില്ല. അവിടെയാണ് ഈ വിഷയത്തിന്റെ ഗൗരവം അങ്ങനെ നിലനിൽക്കുന്നത്.